ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കണ്ടോ. കുറേ ദിവസം മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫ്ലവർ തക്കാളി എന്ന് പറഞ്ഞിട്ട്. അന്ന് എല്ലാവരും ചോദിച്ചു, ഈ തക്കാളി എന്താണ് ഇങ്ങനെ, എന്താണ് ഈ ഒരു ഷേപ്പ് എന്നൊക്കെ ഒരുപാട് പേര് PM ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഇവിടുത്തെ തക്കാളിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കെയറിങ്ങും പിന്നെ ഇതിൻ്റെ തൈകളാക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനാണെങ്കിൽ സീഡുകൾ ഉണ്ടാവുകയില്ല. നമ്മുടെ തക്കാളി സാധാ തക്കാളി പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നും ഇല്ല. ഇതിൻ്റെ ഒരു ഷേപ്പിലുള്ള വ്യത്യാസമേ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടി നല്ല സ്വീറ്റായിട്ട് തോന്നലുണ്ട് കേട്ടോ മറ്റതിനെക്കാട്ടി. അപ്പോൾ ഇത് കണ്ടോ, നിറച്ചും പിടിക്കും. ഇങ്ങനെയാണ് പിടിക്കൽ. അതുപോലെ തന്നെ ഇതിൻ്റെ സക്കറുകൾ വെച്ചിട്ട് തൈകളാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. സീഡുകൾ കുറവായിരിക്കും ഇതിനകത്ത്. ഇത് കണ്ടോ, നല്ല പഴുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് തക്കാളീൻ്റെ ഒറിജിനൽ ഷേപ്പ് എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുക. നോക്കിക്കേ, ഇത് തക്കാളി അല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഫ്ലവർ തക്കാളി എന്നാണ് പറയുക ഇതിന്. സാധാ നമ്മൾ കറികളിൽ ഉപയോഗിക്കുന്ന തക്കാളീൻ്റെ പോലെ തന്നെയാണ് ഇതും ഉപയോഗിക്കൽ. സാലഡിലോ അല്ലെങ്കിൽ കറികളിലോ ഒക്കെ ഇടാം. ഇത് കണ്ടോ, എന്ത് കളറാന്ന് നോക്കിയാൽ, നല്ല കളറും ഒക്കെ കേട്ടോ. ഇത് നിന്ന് ഇതുപോലെ വിളഞ്ഞ് പഴുക്കുമ്പോഴത്തേക്ക് അതുപോലെ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. ഉണ്ടാകുന്നതിന് ഇതിന് പഞ്ഞമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ തൈകളിപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫ്രീ ബുക്കിങ്ങും ചെയ്യാം കേട്ടോ, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. കാരണം ഇതിൻ്റെ തൈകൾ ഇപ്പം തന്നെ നിലവിൽ ഒരുപാട് ബുക്കിംഗാണ്. ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സീഡുകൾ കുറവാണ്. അഥവാ ഇനി 10 സീഡ് പാകിക്കഴിഞ്ഞാൽ ഒരു തൈയൊക്കെയാണ് നമുക്ക് കിട്ടൽ. അപ്പോൾ കണ്ടോ കൂട്ടുകാരെ, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് ഫസ്റ്റിലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിലേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അതുപോലെ തന്നെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും എന്താ പറയുക, വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. കണ്ടില്ലേ എന്ത് മനോഹരമാണെന്ന്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതല്ലേ. ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കുറച്ചൊക്കെ എന്ത് ഭംഗിയാന്നൊക്കെ. പിന്നെ ഒരുപാട് റെയർ വെറൈറ്റീസ് വെജിറ്റബിൾസ് നമുക്ക് സീഡ്സുകളൊക്കെ അവൈലബിളാണ്. അപ്പം കണ്ടില്ലേ, പഴുത്തിക്കുക, അതൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക കൂട്ടുകാരെ. അന്നേരം ഇതുപോലെ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്കും കാണാൻ കഴിയും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.